കഥ തുടങ്ങുമ്പോൾ ദാമിനിയും 6 സഹോദരിമാരും വിവാഹവേഷത്തിൽ ഒരുങ്ങി നിൽക്കുകയാണ്. രാകേഷ് 7 പേരും വിവാഹവേഷത്തിൽ നിൽക്കുന്നത് കണ്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ദാമിനി രാകേഷിന്റെ അടുത്ത് വന്നിരിക്കുന്നു. ശേഷം വിവാഹ ചടങ്ങുകൾ നടക്കുകയാണ്. എല്ലാ ചടങ്ങും നടന്ന് വിവാഹം പൂർത്തിയാകുന്ന സമയം രാകേഷിന്റെ ശരീരത്തിൽ ചങ്ങല കൊണ്ട് കെട്ടിയിടുകയാണ്. അത് കാണുന്ന രാകേഷ് ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. രാകേഷ് സ്വബോധത്തോടെയല്ല മണ്ഡപത്തിൽ നിൽക്കുന്നത്. കാരണം രാകേഷിന്റെ വിവാഹം നടന്നതിന്റെ ഒരു സന്തോഷവും രാകേഷിന്റെ മുഖത്ത് ഇല്ല. ശേഷം ദാമിനി രാകേഷിനോട് നമ്മുടെ എല്ലാവരുടെയും ഭർത്താവാണ് രാകേഷ് എന്ന് പറയുന്ന സമയം ദാമിനിയുടെയും 6 സഹോദരിമാരുടെയും രൂപം മാറുകയാണ്. അവരുടെ മുഖമെല്ലാം വിരൂപമാവുകയും അത് കാണുന്ന രാകേഷ് പേടിച്ച് അലറി വിളിക്കുകയാണ്. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ രാകേഷ് ശ്രമിക്കുമ്പോൾ രാകേഷിന്റെ മുമ്പിൽ വരുന്ന ദാമിനി രാകേഷിനോട് ഇനി മുതൽ രാകേഷ് ജീവിക്കേണ്ടത് അവരുടെ കൂടെയാണെന്ന് പറയുകയാണ്. ഇതുപോലെ ഗ്രാമത്തിലെ കുറെ ചെറുപ്പക്കാർ ആ പാലസിൽ കുടുങ്ങി പോവുകയും അവസാനം മരിക്കുകയും ചെയ്തിരുന്നു. അടുത്ത സീനിൽ കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. 7 സഹോദരിമാരുടെ ആത്മാവ് ജീവിക്കുന്ന പാലസുള്ള ആ ഗ്രാമത്തിലേക്ക് പ്രസ് റിപ്പോർട്ടർമാരായ ഹിമാൻഷുവും മേഹക്കും വരികയാണ്. അവർ ആ പാലസിനെ കുറിച്ചും 7 സഹോദരിമാരെ കുറിച്ചും റിപ്പോർട്ട് തയ്യാറാക്കാനാണ് വരുന്നത്. തുടർന്ന് ഹിമാൻഷുവും മേഹക്കും ആ ഗ്രാമത്തിലെ പ്രസിഡന്റിനെ കാണാൻ പോവുകയാണ്. എന്നിട്ട് അവർ പ്രസിഡന്റിനോട് പ്രസിൽ നിന്നാണ് വരുന്നതെന്നും ആ പാലസിന്റെ അകത്ത് കയറി കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്നും ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ആളുകളെ വേണമെന്നും പറയുകയാണ്. അതെല്ലാം കേട്ട് ചുറ്റും നിൽക്കുന്നവർ പേടിച്ച് നിൽക്കുകയാണ്. ഹിമാൻഷു പറയുന്നത് കേട്ട പ്രസിഡന്റ് ആ പാലസിലേക്ക് പോകുന്നത് അപകടമാണെന്നും ഈ ഗ്രാമത്തിൽ നിന്നും ആരും വരില്ല എന്നും പറയുന്നത് കേൾക്കുന്ന ഹിമാൻഷു രാത്രിയിൽ പാലസിന്റെ അകത്തേക്ക് പോവുകയാണ്. ഹിമാൻഷു വരുന്നത് ദാമിനി സഹോദരിമാരും അറിയുകയാണ്. ഹിമാൻഷു പാലസിന്റെ അകത്തേക്ക് പോകുന്നു. പാലസിന്റെ അകത്ത് കയറുന്ന ഹിമാൻഷു വിവാഹവേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്നതും അവിടെ അലങ്കരിച്ച മണ്ഡപവും ചുറ്റും 7 സഹോദരിമാരെയും ചങ്ങലയിൽ കെട്ടിയിട്ടിരിക്കുന്ന രാകേഷിനെയും കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ഹിമാൻഷു. അപ്പോൾ ദാമിനി ഹിമാൻഷുവിനോട് ജീവനോടെ ഇരിക്കണമെങ്കിൽ എന്റെ സഹോദരിമാരിൽ ഒരാളെ വിവാഹം കഴിക്കണമെന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ഹിമാൻഷുവിന് ഒരു ബുദ്ധി തോന്നുകയാണ്. ഹിമാൻഷു എല്ലാ സഹോദരിമാരുടെയും അടുത്ത് പോയിട്ട് എനിക്ക് 2 പേരെ ഇഷ്ടപ്പെട്ടു എന്നും അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നും പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന 2 സഹോദരിമാരും പരസ്പരം ഹിമാൻഷുവിനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് വാക്കുതർക്കം ഉണ്ടാവുകയും പരസ്പര ശക്തികൾ പ്രയോഗിക്കുന്നതും കണ്ട് ദാമിനിക്ക് ദേഷ്യം വരികയാണ്. ഈ സമയം ഹിമാൻഷുവിനെ കാണാത്തത് കൊണ്ട് പ്രസിഡന്റ് മെഹക്കിനെ ഗുരു അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ഗുരു അമ്മയോട് മെഹക്ക് നടന്ന കാര്യങ്ങളെല്ലാം പറയുമ്പോൾ ഗുരു അമ്മ 7 സഹോദരിമാരുടെ കഥ പറയുകയാണ്. 50 വർഷം മുമ്പ് ഒരു അത്യാഗ്രഹിയായ മനുഷ്യന്റെ ജാരസന്തതികളായ 7 പെൺമക്കളെയും ഇവിടത്തെ ജമീന്ദാറിന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തീരുമാനിക്കുകയും ഇതൊന്നും അറിയാതെ ആ 7 സഹോദരിമാരും വിവാഹത്തിന് വേണ്ടി ഒരുങ്ങി സന്തോഷത്തോടെ സ്വപ്നം കണ്ട് നിൽക്കുന്ന സമയം സ്വന്തം അച്ഛൻ കാശിന് വേണ്ടിയിട്ട് 7 പെൺമക്കളെയും ജമീന്ദാറിന് വിറ്റതാണെന്ന് അറിയുന്ന അവർ 7 പേരും സ്വന്തം അച്ഛനെ വെട്ടി വെട്ടി കൊല്ലുകയാണ്. ശേഷം മണ്ഡപത്തിൽ പോകുന്ന അവർ 7 പേരും കൂടി ജമീന്ദാറിനെയും കൊല്ലുന്നു. ഇതിനിടയിൽ മണ്ഡപത്തിൽ തീ പിടിക്കുകയും 7 സഹോദരിമാരും തീയിൽപ്പെട്ട് മരിക്കുകയും ചെയ്തിരുന്നു. അവരുടെ ആത്മാവ് വിവാഹ സ്വപ്നങ്ങളുമായി വിവാഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോഴും വരനെയും കാത്ത് ആ പാലസിൽ അലയുകയാണ്. ജമീന്ദാറിന്റെ ആത്മാവിന് മാത്രമേ അവരെ നശിപ്പിക്കാൻ കഴിയുകയുള്ളൂ. ജമീന്ദാറിന്റെ ആത്മാവിന് ആ പാലസിന്റെ അകത്ത് പോകണമെങ്കിൽ ജമീന്ദാറിന്റെ കൂടെ വിവാഹവേഷത്തിൽ ഒരു പവിത്രയായ പെൺകുട്ടി കൂടി വേണമെന്ന് പറയുന്നത് കേൾക്കുന്ന മെഹക്ക് പാലസിൽ പോകാമെന്ന് സമ്മതിക്കുകയാണ്. ശേഷം ഗുരു അമ്മ ജമീന്ദാറിന്റെ ആത്മാവിനെ വിളിച്ചു വരുത്തുകയും വിവാഹവേഷത്തിൽ ഒരുങ്ങി നിൽക്കുന്ന മെഹക്കും ജമീന്ദാറിന്റെ ആത്മാവും പാലസിന്റെ അകത്തേക്കും പോവുകയാണ്. ഈ സമയം ദേഷ്യം വന്ന് നിൽക്കുന്ന ദാമിനി ഹിമാൻഷുവിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അവിടെ വരുന്ന ജമീന്ദാറിനെ കണ്ട് 7 സഹോദരിമാരും പേടിച്ചു നിൽക്കുകയാണ്. ജമീന്ദാർ ആ 7 പേരുടെയും ആത്മാവിനെ ബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. ശേഷം ഹിമാൻഷുവും മെഹക്കും സന്തോഷത്തോടെ അവിടെ നിന്ന് പോകുന്നതും കാണിച്ച് ഈ കഥ അവസാനിക്കുന്നു.